UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വലിയ പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലം. 2009 ഈ മണ്ഡലം രൂപീകൃതമായത്. അന്ന് മുതൽക്ക് UDFൻ്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്. ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പിലും MI ഷാനവാസാണ് ജയിച്ചത്. കഴിഞ്ഞ തവണ ശ്രീ രാഹുൽ ഗാന്ധിയാണ് അവിടെ മത്സരിച്ച് ജയിച്ചത്. MI ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അദ്ദേഹം തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമുള്ള പല മണ്ഡലങ്ങളിലും മാറി മാറി മത്സരിച്ചപ്പോഴൊക്കെ തോക്കുകയും ചെയ്തു. പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് മുന്നേറിയ വലിയ ട്രാക്ക് റെക്കോർഡുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാൾ മത്സരിച്ചിട്ട് പോലും വയനാട്ടിൽ ജയിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൻ്റെ ഒരു കോൺഗ്രസ് സ്വഭാവം അല്ലെങ്കിൽ ഒരു UDF സ്വഭാവം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. വയനാട്ടിൽ കോൺഗ്രസ് നിർത്താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയുമായിരുന്നില്ല MI ഷാനവാസ്. അവിടെ MK രാഘവനെ നിർത്താനാണ് ഉമ്മൻചാണ്ടിയും AK ആന്റണിയും താല്പര്യപ്പെട്ടത്. പിന്നെ ഷാനവാസ് മറ്റു ചില വളഞ്ഞ വഴിയിൽ കൂടി അവിടെ സീറ്റ് നേടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് MK രാഘവൻ കോഴിക്കോട്ടേക്ക് വന്നതും സിദ്ദിഖിന് ആ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ പോയത്. ഷാനവാസ് മരിക്കുന്നവരെ സിദ്ദിഖും ഷാനവാസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഏതാണ്ട് വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ ഒരു നിലവാരത്തിലേക്ക് വരെ എത്തിയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഷാനവാസും മണ്ഡലത്തെ തീരെ പരിഗണിച്ച ഒരാളായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ MP ഓഫീസ് പോലും കോഴിക്കോടായിരുന്നു. അദ്ദേഹം വല്ലപ്പോഴുമാണ് ഈ ഓണത്തിന് മാവേലി വരുന്ന പോലെയാണ് വയനാട് മണ്ഡലത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് 2014 ഷാനവാസിൻ്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു. അദ്ദേഹം പരാജയത്തിൻ്റെ പടിവാതിൽ വരെ എത്തിയതാണ്. പിന്നെ ഏകദേശം വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ചു. അങ്ങനെയാണ് രണ്ടാമത് ഊഴം അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ മരിച്ചുപോയ ആളുകളെക്കുറിച്ച് നമ്മൾ ദൂഷിച്ച് പറയുന്നത് ശരിയല്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ സിദ്ദിഖിനെ മത്സരിപ്പിക്കണം എന്ന് ഉമ്മൻചാണ്ടി താല്പര്യപ്പെട്ടു. ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ മകന് സീറ്റ് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു. മറ്റ് പല നേതാക്കളും അവരവരുടെ സ്വന്തക്കാർക്ക് വേണ്ടിയിട്ട് ആ സീറ്റിന് വേണ്ടി പിടിവലി കൂടി. ആലപ്പുഴക്കാരിയായ ഷാനിമോൾ ഉസ്മാൻ എനിക്ക് ആലപ്പുഴ വേണ്ട, എനിക്ക് വയനാട് മതി എന്ന് വാശി പിടിച്ചു. ഒടുവിൽ അവർ ആലപ്പുഴ തന്നെ ഒന്ന് മത്സരിക്കേണ്ടതായിട്ട് വന്നു. ഉമ്മൻചാണ്ടി പിടിച്ച പിടിയാൽ സിദ്ദിഖിന് ആ സീറ്റ് മേടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഉമ്മൻചാണ്ടിയേക്കാൾ വലിയ കളിക്കാരനാണ് KC വേണുഗോപാൽ എന്നുള്ളതുകൊണ്ട് വേണുഗോപാൽ അവസാന നിമിഷത്തിൽ ഈ ഗുലാനിട്ട് വെട്ടി. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി അവിടെ അവതരിച്ചത്. സിദ്ദിഖ് പിന്നെയും സീറ്റില്ലാതെ ഒറ്റക്കാലിൽ നിൽക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ രാഹുൽ ഗാന്ധി വന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു 1.5 വരവായിരുന്നു. കാരണം അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ ഉറങ്ങിക്കിടന്ന കോൺഗ്രസ്സുകാരൊക്കെ ചാടി എഴുന്നേറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വ്യാപൃതരായി. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ അവസാനിച്ചു. അങ്ങനെ രാഹുൽ ഗാന്ധി കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെക്കാളും കൂടിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയി. PP സുനീറായിരുന്നു LDF സ്ഥാനാർത്ഥി. അദ്ദേഹം വളരെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി. അതിനേക്കാളും പരിതാപകരമായിരുന്നു NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ അവസ്ഥ. വയനാട്ടിൽ ജയിച്ചു കളയാം എന്ന വ്യാമോഹമൊന്നും സുനീറിനോ അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിക്കോ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയി. അദ്ദേഹം പാർലമെൻറ്റിൽ വളരെ സജീവമായിരുന്നില്ല, വയനാട്ടിലും അത്ര ഒന്നും സജീവമായിരുന്നില്ല. അദ്ദേഹം വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഒരു ആഘോഷമാക്കി മാറ്റും. അതായിരുന്നു പതിവ്. ഏതായാലും രാഹുൽ ഗാന്ധി 5 കൊല്ലത്തിന് ശേഷം വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പകരം മറ്റാരെങ്കിലും മത്സരിക്കും എന്ന ഒരു പ്രതീതി അല്ലെങ്കിൽ പ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ അദ്ദേഹം ഏത് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും മത്സരിക്കാൻ തയ്യാറാണ്. പക്ഷേ വളരെ കാലമായിട്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലത്തും സീറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം UDF കൺവീനർ എന്ന ഭാരിച്ച പദവി കൂടി വഹിക്കുന്ന ആളാണ്. അങ്ങനെ UDF കൺവീനറും മുതിർന്ന നേതാവുമായ MM ഹസൻ വയനാട്ടിൽ മത്സരിക്കാൻ ഏതാണ്ട് തയ്യാറായി. ഖദർ ഉപ്പായൊക്കെ പുതിയ തയ്പ്പിച്ച് നിൽക്കുമ്പോൾ മറ്റു പല ആളുകളും അതേ സമയത്ത് തന്നെ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ വരുന്നു എന്ന വാർത്ത കേട്ടു. രാഹുൽ ഗാന്ധി അമേത്തിയിൽ ഇതുവരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വയനാട്ടിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ അതുവരെ കഴുത്ത് നീട്ടിയിരുന്ന ഭൈമി കാമുകന്മാരെല്ലാവരും ഇപ്പം നിരാശരായി. പക്ഷേ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നോമിനേഷൻ കൊടുക്കാൻ വന്നിട്ട് പോയാൽ മതി. പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ വലിയ പ്രചാരണവും നടത്തേണ്ട ആവശ്യമില്ല. രാഹുൽ ഗാന്ധി എല്ലാവർക്കും അറിയാം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൻ്റെ മകനാണ്. കോൺഗ്രസ്സിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. UPAക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള മണ്ഡലത്തിൽ ന്യൂനപക്ഷ സമുദായക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള ഒരു പ്രദേശത്ത് അവിടെ ഹിന്ദുക്കളോളം അല്ലെങ്കിൽ ഹിന്ദുക്കളെക്കാൾ ക്രിസ്ത്യൻ കുടിയേറ്റക്കാരും അതുപോലെ തന്നെ മുസ്ലിം വോട്ടർമാരുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അദ്ദേഹമേ ജയിക്കുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CPIയുടെ സ്ഥാനാർത്ഥി ഇത്തവണ ശ്രീമതി ആനി രാജയാണ്, പാർട്ടി ദേശീയ സെക്രട്ടറി D രാജയുടെ സഹധർമ്മിണിയാണ്. സ്വന്തം നിലയ്ക്ക് തന്നെ
പ്രസിദ്ധയായ ഒരു നേതാവാണ്. അപ്പോൾ അങ്ങനെ ആനി രാജ മത്സരിക്കുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ കെ സുരേന്ദ്രൻ വന്ന് അംഗം കുറിച്ചിട്ടുള്ളത്. കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യത ഒന്നുമില്ല. സുരേന്ദ്രൻ ഇതിനു മുമ്പ് മത്സരിച്ചൊക്കെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലായിരുന്നു. ജയിച്ചില്ല എന്ന ഘട്ടം വരെ എത്തിയതാണ് പലപ്പോഴും. കാസർഗോഡ് 2 തവണ അദ്ദേഹം ജയത്തിൻ്റെ തൊട്ടടുത്തെത്തി, പക്ഷേ വിജയിച്ചില്ല. അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2 മണ്ഡലത്തിൽ മത്സരിച്ചു, കോന്നിയിലും മഞ്ചേശ്വരത്തും. അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന പത്തനംതിട്ട മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. ശബരിമലയുടെ ഒരു വലിയ അനുകൂല ഘടകമുണ്ടായിരുന്നു. അദ്ദേഹം നല്ലപോലെ വോട്ട് വർദ്ധിപ്പിച്ചു. ജയിക്കാൻ കഴിഞ്ഞില്ല, 3 സ്ഥാനമേ കിട്ടിയുള്ളൂ. അങ്ങനെ ഒരാളെ ഇത്തവണ ബി ജെ പി വയനാട്ടിൽ മത്സരിപ്പിക്കുകയാണ്. വയനാട്ടിൽ എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിക്കാമെന്ന ദുരാഗ്രഹമൊന്നും ആനി രാജയ്ക്കുണ്ടാവില്ല, സുരേന്ദ്രനുണ്ടാവില്ല, ഉണ്ടാകാൻ അർത്ഥമില്ല. അതേസമയത്ത് ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു എന്ന് 2 മുന്നണികൾക്കും, എൽ ഡി എഫിനും ബി ജെ പിക്കും ഒരുപോലെ മേന്മ അവകാശപ്പെടാൻ കഴിയും. അതിനപ്പുറത്തെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇത്തവണത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ഈ തെരഞ്ഞെടുപ്പ് മത്സരം ഒരു ആഘോഷമാക്കി മാറ്റി, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയ കുറേ നേതാക്കന്മാർ ആ പാർട്ടിയിലുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇത് കേൾക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകർക്ക്, ഇങ്ങനെയുള്ള നേതാക്കളുടെയൊക്കെ മുഖം ഞാനിത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, അസംബ്ലിക്കും മത്സരിക്കും, പാർലമെൻറ്റിലേക്കും മത്സരിക്കും. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൂടുതൽ ഭൂസ്വത്തുക്കൾ വാങ്ങിക്കും, അല്ലെങ്കിൽ പുതിയ കെട്ടിടങ്ങൾ പണിയിക്കും, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ബാങ്ക് നിക്ഷേപം വർദ്ധിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവർ പാർട്ടിയിൽ നിന്ന് പിരിക്കും, ഹൈക്കമാൻഡിൽ നിന്ന് കിട്ടുന്ന കാശും മേടിക്കും, പിന്നെ ഗൾഫിലും പോയി പിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇത്തവണ ആ വിഭാഗത്തിൽപ്പെട്ട മിക്ക ആളുകൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. പിന്നെ വിജയസാധ്യത അല്ലെങ്കിൽ കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിവുള്ള ആളുകളെ നോക്കിയിട്ടാണ് ഫീൽഡ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വനിതകൾക്ക് വലിയ അവസരം കൊടുത്തിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. അതുപോലെ ബി ഡി ജെ എസിൻ്റെ അഡ്വക്കേറ്റ് സംഗീത മത്സരിക്കുന്നുണ്ട്. ആലത്തൂരിൽ വിക്ടോറിയ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സാരസു മത്സരിക്കുന്നുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട നിരവധി വനിതാ സ്ഥാനാർത്ഥികൾ ബി ജെ പി ബി ഡി ജെ എസ് സഖ്യം രംഗത്തിറക്കിയിട്ടുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും ആ കാര്യത്തിൽ ഒരു മേന്മ അവകാശപ്പെടാൻ കഴിയും. കാരണം ഇവരാണ് ഏറ്റവും അധികം പേർക്ക് സീറ്റ് കൊടുത്തിട്ടുള്ളത്. എൽ ഡി എഫിൽ നിന്ന് 2 വനിതകളേ ഉള്ളൂ, കോൺഗ്രസിൽ നിന്ന് ആകെ 1 വനിത മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു മേന്മ അവർക്ക് തീർച്ചയായിട്ടും അവകാശപ്പെടാം. വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയത് ബി ജെ പിയാണ്. അതുപോലെ ഏറ്റവും അധികം വനിതകളെ മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളതും ബി ജെ പി ആണ് എന്ന് അവകാശപ്പെടാം. ഈ അവകാശവാദങ്ങൾക്കപ്പുറത്ത് ആരെങ്കിലും ഈ വനിതാ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ജയിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. സാധ്യത വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അവകാശവാദം അവർക്ക് തീർച്ചയായിട്ടും ഉന്നയിക്കാൻ കഴിയും, അതിൽ യാതൊരു സംശയമില്ല.